നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് വിമത ഭീഷണി. കോൺഗ്രസ് നേതാവ് ബോബൻ ജി നാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തന്റെ പോരാട്ടം ജാതി വിവേചനമില്ലാത്ത നാടിനു വേണ്ടിയിട്ടെന്നാണ് ബോബൻ അവകാശപ്പെടുന്നത്. സൂര്യഗായത്രി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. സൂര്യ, കരുനാഗപ്പള്ളി എന്നാൽ CR മഹേഷ് ഒരിക്കൽ തോറ്റു, പിന്നീട് അവിടെ പണിയെടുത്ത് തിരിച്ചു പിടിച്ച് കൈക്കലാക്കിയ മണ്ഡലമാണ്. അത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമുള്ള ഇടമാണ്. എന്താണ് ഈ ബോബന്റെ പരാതി, അല്ലെങ്കിൽ ആ പരാതിക്ക് അപ്പുറത്തേക്ക് ഒരു നാമനിർദ്ദേശ പത്രിക തന്നെ ഫയൽ ചെയ്യുന്ന നിലയിലേക്ക് അത് പോയല്ലോ, അത് അനുനയിപ്പിക്കാനും സാധ്യമായില്ലേ? ബോബൻ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനോ CR മഹേഷിനോ വെല്ലുവിളിയായേക്കുമോ? ഗോകുൽ, കരുനാഗപ്പള്ളിയിൽ വിജയമുറപ്പിച്ചുകൊണ്ടാണ് UDF പ്രചാരണം നടത്തുന്നത്. CR മഹേഷിന് ഇത്തവണയും തുടരാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഉയരാത്തൊരു വിമത സ്വരം ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് ഉയർന്നിരിക്കുകയാണ്. അത് കോൺഗ്രസിലെ അറിയപ്പെടുന്ന പ്രാദേശിക നേതാവ് ബോബൻ ജി നാഥാണ് നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതായത് മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം പട്ടികജാതി വിഭാഗത്തിനായി കഴിഞ്ഞ തവണ സംവരണം ചെയ്തിട്ടും KSRTC ഡിവിഷനിൽ തനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബോബൻ ഉയർത്തിയ ഒരു പ്രതിഷേധം. മുന്നോക്ക ജാതി വോട്ടർമാർ കൂടുതലുള്ള ഡിവിഷനിൽ മുന്നോക്ക സമുദായക്കാരൻ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടാണ് തനിക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണമായത് എന്നുള്ളത് പറയുന്നു. അത്തരത്തിലുള്ള വിവേചനം പല സമയങ്ങളിലും പാർട്ടിയിൽ നിന്ന് നേരിട്ടതിനെ തുടർന്നാണ് ഇത്തവണ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പി ജെർമിയാസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തുടർന്ന് CR മഹേഷ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബോബൻ ജി നാഥ്. എന്തായാലും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതിനിടയിൽ എന്തെങ്കിലും അനുനയ നീക്കങ്ങൾ ഉണ്ടാകോ എന്നുള്ളത് അറിയണം. എന്റെ പോരാട്ടം ജാതി വിവേചനമില്ലാത്തൊരു സമൂഹത്തിനായാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. ഒരാൾ പോലും പൊതുസമൂഹത്തിൽ ജാതിയുടെ പേരിൽ തഴയപ്പെടാൻ പാടില്ല, രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ചും എന്നുള്ള കാര്യം ഉയർത്തിയാണ് അദ്ദേഹം മത്സരിക്കാൻ ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണ് കരുനാഗപ്പള്ളി, അവിടെയാണ്. പക്ഷേ ഒരു നീണ്ടകാലത്തെ അസംതൃപ്തിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിലൊക്കെ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.